ഫാമിലി മൂവി കേട്ടോ. നല്ലൊരു ഉണ്ണിമൂന്നിന് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കോ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു വെറൈറ്റി അത് നന്നായിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് നല്ല സിനിമ, ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. നല്ലൊരു പടം. ഓക്കെ, എല്ലാവരും കണ്ടിറങ്ങി വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇപ്പൊ ഇറങ്ങിയിട്ടില്ലേ, പിന്നെ കഴിഞ്ഞിട്ട് വേണം. താങ്ക് യു സോ മച്ച്. നല്ല മൂവി, നല്ല ഫൺ എൻ്റർടൈനർ. വീട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. ആൻഡ് നിഖില ഉണ്ണി കോംബോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി സൂപ്പറാണ്. ഭയങ്കര ഒരു എന്താ പറയുക, നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ഉള്ള മൂവീസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മൂവിയാണ്. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ നല്ല റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡിഫറെൻറ്റ്. എന്നാൽ നിഖില വിമൽ ഉണ്ണി മൂന്തൻ കോമ്പിനേഷനായിട്ട് നന്നായിട്ട് തോന്നിയത് മസ്റ്റ് വാച്ച് കാറ്റഗറി ആണ് അവരുടെ. ഇപ്പം മാർക്കോയും മാളികപ്പുറമൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ഫാമിലി ഉണ്ണിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് തോന്നിയിട്ടുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ല ഉണ്ണിമുഖത്തിൻ്റെ ക്യാരക്ടർ പോർട്രേ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ചാലഞ്ചസൊക്കെ കണ്ടിട്ടുണ്ടോ? ചാലഞ്ചസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാലഞ്ചസ് നന്നായിട്ട് ഉണ്ണിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ക്യാരക്ടറും ഇപ്പോൾ മാർക്കോ മറ്റൊരു ജോണറല്ലേ, ഉണ്ണിമൂന്തനൊക്കെ മാളികപ്പുറം മറ്റൊരു ജോണർ. ഇതും നന്നായിട്ട് അവന് കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മ്യൂസിക്കായിരുന്നു. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റും പടം. അതായത് ഒരു ഡോക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കാണിക്കും. അതായത് ഒരു മക്കളില്ലാത്ത ആളുകളുടെ വിഷമം മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ, അതാണ് ഇവിടെ പറയുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. മക്കളില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. ഒരു ഉണ്ണിമൂന്നൻ്റെ സെലക്ഷൻ ആയാലും നല്ലതാണ്. ഈ അടി അത് ആ ലെവലൊക്കെ വിട്ടിട്ട് നല്ലൊരു സെലക്ഷനിലേക്കാണ് ഉണ്ണിമൂന്തൻ പോയിട്ടുള്ളത്. ഇത് നല്ലതാണ്. ഇത് കീപ്പിറ്റപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം എപ്പോഴും അടിയും മസിലായിട്ട് കൊണ്ട് നടന്നാലൊന്നും കാര്യമില്ല. ഇത് കൊള്ളാം. നല്ല സെലക്ഷനുമാണ്, നല്ല പടമാണ്, നല്ലൊരു സ്റ്റോറിയാണ്. എല്ലാം കൊണ്ടും മക്കളില്ലാത്തവർ തീർച്ചയായിട്ടും കാണേണ്ട പടം. അത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഗെറ്റ് സെറ്റ് ബേബി തീർച്ചയായിട്ടും വിനയ് ഗോവിന്ദൻ സംവിധായകൻ്റെ നല്ലൊരു ചിത്രം. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിയും അതേപോലെ നിഖിലയും ചേർന്നിട്ടുള്ള ജോഡി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു കഥ, നല്ലൊരു തിരക്കഥ, അതിശക്തമായിട്ടുള്ളൊരു തിരക്കഥ നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഉണ്ണിയും നിഖിലയും അതേപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവരെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ചിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഭയങ്കര നല്ല കളർഫുൾ മൂവിയായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഗംഗയുടെ ഒക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാവരും നിങ്ങൾ കണ്ടോ? കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം. നമ്മൾ പ്രേക്ഷകർ ഭയങ്കര ഹാപ്പിയാണ്. അത് ഞങ്ങൾ വിനയോടും പറയായിരുന്നു. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ, നല്ലതാണ്, പോയി കാണണം എന്നുള്ള രീതിയിൽ. സോ എല്ലാവരും എന്തായാലും പോയി കാണാം. ഇത് കള്ളിൻ്റെ ഭാഗമല്ല. ഇമോഷൻ സീനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് മൂവി കാണണേ. അപ്പം ഫുൾ മൂവി ആദ്യം കണ്ടതിൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയും. താങ്ക് യു. എനിക്ക് ആക്ച്വലി നിങ്ങളോട് എല്ലാവരോടും എങ്ങനെ ഉണ്ടായിരുന്നു പടം എന്ന് ചോദിക്കാനാണ് തോന്നുന്നത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഡബ് ചെയ്യുമ്പോൾ നമ്മുടെ പോർഷൻസ് കണ്ടതല്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫുള്ളായിട്ട് മൂവി കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ഫാമിലി മൂവി ആയിട്ട് തോന്നി. പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്ന പോലെ നമുക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അപ്പോൾ അത് മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ ചാനൽസിലും കൂടെയും സ്പ്രെഡ് ചെയ്യണം. മാക്സിമം ഫാമിലി വരട്ടെ. മാർക്കോയ്ക്ക് ശേഷം ആക്ഷൻ മൂവി കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ഓറിയൻറ്റഡ്, അതൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു മൂവി. ആ ഒരു മൂവി എത്രമാത്രം ഒരു 100% നീതി പുലർത്തിയെന്നുള്ളത് 100% നീതി പുലർത്തി. എനിക്ക് തോന്നുന്നു ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ചും വേഴ്സിറ്റാലിറ്റി കാണിക്കാൻ ഇത്രയും നല്ലൊരു അവസരം വേറെ ഇല്ല. മാർക്കോ പോലെ ഒരു എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയിൽ നിന്ന് ഇതുപോലെ വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട്. ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡോക്ടർ അർജുൻ്റെ ഇല്ലേ, നല്ല രസമായിട്ട് ഇന്ന് കണ്ടില്ലല്ലോ, കണ്ട ആൾക്കാർക്ക് ഇഷ്ടമായില്ലേ ആ ഒരു ചേഞ്ച്? മാർക്കോക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണോ നിങ്ങൾ? ഒരു വേഴ്സിറ്റാലിറ്റി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആസ് എൻ ആക്ടർ അത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. എനിക്ക് വളരെ ഇഷ്ടമായി മൂവി. ഞാൻ തന്നെ എൻ്റെ സിനിമയെക്കുറിച്ച് പറയുന്നത് വളരെ ക്രിഞ്ചാണെങ്കിലും
ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട ആൾക്കാരെല്ലാവരും നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്ന് ദയവ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ണിമൂന്നിൻ്റെ മാർക്കോയ്ക്ക് ശേഷം തിയേറ്ററിൽ എത്തുന്ന മൂവിയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ മാർക്കോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും നമ്മൾ. പക്ഷേ ഒരു സ്റ്റാർ ഒരാളൊരു സ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നത് വ്യത്യസ്തമായ റോളുകൾ ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ആക്ഷനോ അല്ലെങ്കിൽ ഒരു മാച്ചോ റോളുകൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ബ്രാക്കറ്റിൽ ഒതുങ്ങിപ്പോവും. പക്ഷേ ഈ ഒരു സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു റോളാണ് ഉണ്ണിമൂന്ന് ചെയ്തിരിക്കുന്നത്. കാരണം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡോക്ടറുടെ കഥാപാത്രം അത് അദ്ദേഹം വളരെ അനായാസമായി, അപ്രതീക്ഷിതമായിരുന്നു ഇത്ര നന്നായി പെർഫോം ചെയ്യും ഉണ്ണി എന്ന് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരുപാട് ഇമോഷൻസ് ആവാനുള്ള, ഒരുപാട് കണക്ട് ചെയ്യാനുള്ള രംഗങ്ങളുള്ള, കുറച്ച് ടഫായിട്ടുള്ള ഉണ്ണിമൂന്നിൻ്റെ കരിയറിലെ ഒരു റോള് തന്നെയാണിത്. കാരണം ഒരുപാട് ഇമോഷൻസിലൂടെ അത് സഞ്ചരിക്കണം. അത് ഉണ്ണി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയും നിഖിലയും തമ്മിലുള്ള ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സാം സി എസിൻ്റെ മ്യൂസിക്, നമ്മൾ ചില സീനുകൾ കാണുമ്പോൾ ഒരു തമിഴ് തെലുങ്ക് BGM പോലെയൊക്കെ ആ സാം സി അങ്ങനത്തെ ഒരു മൂഡിലേക്ക് സിനിമ കൊണ്ടുപോയി. എന്തായാലും ഒരു ഫാമിലിക്ക് കണക്റ്റ് ആവുന്ന സോഷ്യലി റെലവൻ്റ് ആയ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് ഉണ്ണിമുഖന്ന് പെർഫോം ചെയ്ത ഒരു വാച്ചബിൾ മൂവിയായിട്ടാണ് ഗെറ്റ് സെറ്റ് ബേബി ഫീൽ ചെയ്തത്.